കണ്ടത്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, കോൺഗ്രസ് നേതാക്കൾ അസത്യപ്രചാരണം നടത്തുന്നതാണോ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമപരമായ നടപടിക്രമങ്ങളെയാണോ ഇങ്ങനെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത്? അതും സമുന്നത നേതാക്കളാണ് ഇക്കാര്യം പറയുന്നത്. എന്തായാലും നേതാക്കളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് കയ്യിൽ പണമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. മഞ്ജുഷ്, ഇതില് ഇപ്പൊ BJP-യുടെ വക്താവ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇവരുടെ ആ ഒരു മോട്ടിവേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടി. ഒരു ജനാധിപത്യം കേവലം ഇലക്ഷൻ, നമ്മൾ ആളുകളെ തെരഞ്ഞെടുത്ത നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് നമ്മൾ ഭരിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് മാത്രമല്ലല്ലോ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഡെമോക്രസിയിൽ എതിർ ശബ്ദങ്ങൾ ഉണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും. ഇവിടെ ഇവർക്ക് പ്രതിപക്ഷം വേണ്ട. പ്രതിപക്ഷം ഇല്ലാത്ത ഒരു ഭരണമാണ് BJP സ്വപ്നം കാണുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയ, നീതിപൂർവ്വം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷനെ, നീതിപൂർവമായിട്ടുള്ള സ്വതന്ത്രമായ ഇലക്ഷനെ അട്ടിമറിക്കുന്ന നടപടികളാണ് നടന്നത്. ഒരു ഇലക്ഷൻ ഫൈറ്റിന് തൊട്ട് മുമ്പ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന നടപടിയായിട്ട് പോയി കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രക്രിയയെ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് ആ പാർട്ടിക്ക് പറ്റാത്തൊരു സാധ്യത വരികയാണ്. അത്തരം ഒരു സാധ്യത ഒരുക്കി തീർക്കാനായിട്ട് ടൈമിംഗ് ആണ് ഇതിൽ എസൻസ്. ഇലക്ഷന് തൊട്ട് മുമ്പ് മാർച്ചിലാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത്. 14/3 മാർച്ച് 14-ാം തീയതിയാണ് 1994-95 കാലയളവിലുള്ള സീതാറാം കേസരി പാർട്ടി ട്രഷററിന്റെ കാലഘട്ടത്തിലുള്ള FI റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 30 വർഷം മുമ്പ്. സാധാരണഗതിയിൽ ഒരു കോടതിയിൽ നോർമൽ സിവിൽ പ്രൊസീജിയേഴ്സിൽ 12 വർഷം അല്ലെങ്കിൽ 15 വർഷം ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. ഇത് ലിമിറ്റേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ് 30 വർഷം മുമ്പത്തെ ഒരു ഇതുപോലും ഇപ്പൊ റീഓപ്പൺ ചെയ്യണമെന്നാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. 30 years ബാക്ക്. പിന്നെ ഉള്ളത് 17-18 കാലയളവില് മോത്തിലാൽ വോറ ട്രഷറർ ആയിരുന്ന കാലഘട്ടത്തിലാണ്. അന്നത്തെ എന്താ ഇതിന്റെ ഇഷ്യൂ? എന്താ ഇവര് റിട്ടേൺസ് വഴി, അത് ഇലക്ഷൻ ഇയർ ആണ്. ആ വർഷം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഇയർ ആണ്. ഇലക്ഷൻ ഇയറിൽ നടന്നിട്ടുള്ള കണക്കുകൾ കൊടുക്കാനായിട്ട്, റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് ഡിലേ വന്നു എന്നുള്ള 45 ദിവസം ഡിലേ വന്നു. സെക്ഷൻ 234F ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 234F പ്രകാരം ഡിലേ വന്നു കഴിഞ്ഞാൽ പരമാവധി ചാർജ് ആവുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. ആ 10,000 രൂപ മാത്രമല്ല ഇവിടെ ചോദിച്ചിരിക്കും. ഇവിടെ ഇപ്പോൾ 210 കോടിയുടെ ലൈനാണ് ഇവിടെ കൊണ്ടുവന്നത്. 235 കോടിയുടെ ഡിമാൻഡ് വന്നിരിക്കുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് 135 കോടിയുടെ അടക്കണമെന്ന് പറയുന്നു. ഇപ്പൊ നേരത്തെ ശംഖു ടി ദാസ് തന്നെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾ ഏത് പാർട്ടിയാണ് ഇൻകം ടാക്സ് അടക്കുന്നത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി BJP അടക്കുന്നുണ്ടോ ഇൻകം ടാക്സ്? ആരും ഇൻകം ടാക്സ് അടക്കുന്നില്ലല്ലോ. അപ്പൊ പൊതുജനത്തിൽ നിന്ന് ലഭിക്കുന്ന പണം, കോൺട്രിബ്യൂഷൻസ് ആയാലും റെന്റൽ ഇതായാലും ഫീസുകളായിട്ട് അവർക്ക് ലഭിക്കുന്ന പണം, അതിന് ഇൻകം ടാക്സ് ലയബിലിറ്റി ഇല്ലല്ലോ. ലയബിലിറ്റി ഇല്ലാത്ത ഇതൊരു സാങ്കേതികത്വമാണ്. ഇവര് ഈ പറഞ്ഞ പീരീഡിൽ 2017-18 കാലയളവിൽ റിട്ടേൺസ് അടച്ചില്ല എന്ന്, അതിന്റെ റിട്ടേൺസ് ഡിലേ ആയി എന്നുള്ള ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് ഈ ആക്ഷൻ വന്നിരിക്കുന്നത്. 14 ലക്ഷം രൂപ ക്യാഷ് കോൺട്രിബ്യൂഷൻ ആ റിട്ടേൺസിൽ ഉണ്ട് എന്നുള്ള കാണിച്ചുകൊണ്ടാണ് ഇതിനൊരു വലിയ വിഷയം വന്നിരിക്കുന്നത്. അതാണ് അജയ് മാക്കൻ അത് വ്യക്തമായി പറഞ്ഞത്. ഞങ്ങളുടെ ടോട്ടൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ 0.06% മാത്രം വരുന്ന ക്യാഷ് കോൺട്രിബ്യൂഷൻ, അത് MP-മാരും MLA-മാരും പാർട്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് മൻമോഹൻ സിംഗ് കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് 1% മാത്രമുള്ള ആ ഫിഗറിന്റെ 199 കോടിയുടെ 0.07%. അതിന് 1% പോലുമില്ല. 1% താഴെയുള്ള ക്യാഷ് കോൺട്രിബ്യൂഷൻ ആണ് ഈ 115 രൂപ ഫൈനായിട്ട് അടപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഭരിക്കുന്ന ഒരു സംവിധാനം, ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് 106% പിഴ വരുന്നത്. അതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. അത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരത്തിൽ യാതൊരു നടപടിയും മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ ഇല്ലല്ലോ. ഞങ്ങളെക്കാൾ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് വഴി 6,000, ഇപ്പൊ ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ 236 കോടി അല്ല എന്ന് പറയുന്നത് 1026 കോടി കിട്ടി. ശരിയാണ്, 1026 കോടിക്ക് ചെലവില്ലേ? 2019 കണക്കല്ലേ പറയുന്നത്. അപ്പൊ BJPക്ക് കിട്ടിയ 6,000 കോടി അതേപോലെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 6,000 കോടി BJPക്ക് കിട്ടിയല്ലോ. അത് 6,000 കോടിയും ഇപ്പോഴും ആ അക്കൗണ്ടുകളിലെല്ലാം ഉണ്ടോ? ഈ ശരിക്കും നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയാണോ? കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനം വഴിയായിട്ട് ഈ ഗവൺമെന്റ് കൊടുത്ത ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച പണം പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ഹെൻറി ഓസ്റ്റിൻ, ശരിക്കും പറഞ്ഞാൽ പ്രചാരണത്തിന് പണമില്ലാതെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലാണോ കോൺഗ്രസ്? ഇപ്പോൾ താങ്കൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ എറണാകുളത്ത്. നട്ടം തിരിയുന്ന ഒരു അവസ്ഥയുണ്ടോ കോൺഗ്രസിന്? ഇത് കോമൺ സെൻസ്, നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ ആ പാർട്ടികൾക്ക് പരസ്യത്തിന് ബുക്ക് ചെയ്യണം. അത് മീഡിയകളിൽ, എല്ലാ മീഡിയകളിലും ബുക്കിംഗ് സ്ലോട്ട്സ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വിഷ്വൽ മീഡിയയിലുണ്ടാകാം, ചാനൽസിലുണ്ടാകാം, പത്രങ്ങളിലുണ്ടാകും, ബിൽ ബോർഡുകൾ ഉണ്ടാകും, സോഷ്യൽ മീഡിയ ഉണ്ടാകും, പ്രിന്റിംഗ് ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പണം കൊടുക്കേണ്ട സമയമാണിത്.
ആ പണം കൊടുക്കാനായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലൈൻ പറയുമ്പോൾ കൊടുക്കുന്ന ചെക്കുകൾ എടുക്കാൻ പാടില്ല എന്നാണ് ബാങ്കുകൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 110 കോടി രൂപ ബാങ്കിൽ നിന്ന് നിർബന്ധമായി ഇൻകം ടാക്സ് നിർബന്ധമായി ബാങ്ക് മാനേജർമാരെ ഭീഷണിപ്പെടുത്തി അത് ഗവൺമെന്റിലേക്ക് അടപ്പിക്കുകയും ചെയ്തു. അതെ, ഈ ഒരു കേസിന്റെ പ്രോസസ് ഇപ്പൊ ഹൈക്കോടതി പോയപ്പോഴാണ് ITITയുടെ ഇത് അപ്ഹെൽഡ് ചെയ്തു. ഇനി രണ്ടാമത് സുപ്രീം കോടതി പോകണം. കോടതികൾ ഇത് ന്യായപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തത്. കാരണം ഈ ഒരു വിഷയം ഇത് ഡെമോക്രസിയുടെ പുറത്തുള്ള ഒരു അസോൾട്ടാണ്, ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി. ഈ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ആ രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വതന്ത്രവും നീതിപൂർവമായിട്ട് ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. എല്ലാവർക്കും ഒരു ലെവൽ ബേസിസിലാണ്. ഇത് അധികാരവും അധികാരത്തിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രധാന കക്ഷികളെ എല്ലാം ഒന്നില്ലെങ്കിൽ ഇന്റിമിഡേറ്റ് ചെയ്യുക. അത് വ്യക്തികളെയാണെങ്കിൽ EDയും CBIയും ITയും വെച്ച് ഉപയോഗിച്ച് ഇന്റിമിഡേറ്റ് ചെയ്യുക. അവരെ പലരെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതെല്ലാം ഉപയോഗിക്കുന്നു സമർത്ഥമായി. ഇന്ത്യയിലെ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ പൊതുപ്രവർത്തകരെ ഇന്ന് ഈ ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് BJP തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ പാർട്ടികളെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ഈ നടപടിക്രമമായിട്ട് മുന്നോട്ട് കോൺഗ്രസിന്റെ ഹെൻറി ഓസ്റ്റിനും അവരവരുടെ വാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് ഒരു കാര്യം